ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്നായിരുന്നു നമ്മളുടെ വളകാപ്പ് ഫംഗ്ഷൻ. ആക്ച്വലി ഇതത്ര പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്ത ഫംഗ്ഷനൊന്നും അല്ല. വിത്തിൻ 3-4 ഡേയ്സിനുള്ളിൽ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് നടത്തിയൊരു ചടങ്ങായിരുന്നു. നോർമലി ഈ 7th മന്തിലാണ് നമ്മൾ വളകാപ്പ് ഫംഗ്ഷൻ ചെയ്യാറ്. ബട്ട് ചില റീസൺസ് കാരണം എനിക്കിപ്പോൾ 8th മന്ത് കഴിഞ്ഞു ഈ ഒരു ചടങ്ങ് നടത്താൻ. വളരെ മിനിമലായ ചടങ്ങായതുകൊണ്ട് തന്നെ മേക്കപ്പ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. ഫേസിലൊക്കെ വലിയ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഡാർക്ക് സർക്കിൾസ് എനിക്ക് റീസെൻ്റായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഓൾ ദിസ് ഇസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് പ്രഗ്നൻസി അല്ലേ. ഈ ഒരു പ്രഗ്നൻസി ജേർണി മീൻസ് വി ആർ ക്യാരിങ് എ ലൈഫ് ഇൻസൈഡ് അസ്. അത് വലിയൊരു കാര്യം തന്നെയാണ്. ആൻഡ് ഓരോരുത്തർക്കും അവരുടെ പ്രഗ്നൻസി ജേർണി തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു സ്ത്രീ മദർ ആവാൻ വേണ്ടി ഫിസിക്കലി ആൻഡ് മെൻ്റലി പ്രിപ്പയർഡ് ആവുന്ന ഒരു ടൈമാണ് ഈ ഒരു പ്രഗ്നൻസി ജേർണി. സോ ഈ ഒരു ടൈമിൽ നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഈവൻ സൊസൈറ്റി ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ കംപ്ലീറ്റ് സപ്പോർട്ട് വേണ്ട ഒരു ടൈമാണത്. ഹെഡ് ടു ടോസ് നമുക്ക് കംപ്ലീറ്റ് ചേഞ്ചസ് വരുന്ന ഒരു പീരീഡാണ് പ്രഗ്നൻസി. അതിൽ നമ്മളുടെ ക്യാരക്ടർ പോലും ഓരോ ടൈമിലും ഓരോ തരത്തിലായിരിക്കും. പെയിൻ, സ്ട്രെസ്, മെൻ്റൽ പ്രഷർ, മെൻ്റൽ ഡിപ്രഷൻ, ഇങ്ങനെ കുറേ ഫേസിലൂടെ കടന്നു പോകുന്ന ഒരു ജേണി തന്നെയാണ് ഈ ഒരു പ്രഗ്നൻസി പീരീഡ്. സോ ഈ ഒരു ടൈമിൽ നല്ല കുറച്ച് ആൾക്കാരുടെ സർക്കിൾ, ഐ മീൻ അവരുടെ കെയറും അവരുടെ സ്നേഹവും ഒക്കെ വേണ്ട ഒരു ടൈമാണ്. ബട്ട് എന്നിരുന്നാലും നമ്മളുടെ ചുറ്റും ഒരുപാട് പേരുണ്ട് ടോക്സിക് പ്രഗ്നൻസിയിലൂടെ കടന്നു പോകുന്നവർ. ബട്ട് വൈ? എല്ലാവരും അവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ട കെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ ഹാപ്പിയാക്കി വെക്കുക. പറഞ്ഞ് ഞാൻ കാട് കയറി. ആൻഡ് ഇത് നമ്മളുടെ വളകാപ്പിൻ്റെ 2 ദിവസം മുമ്പെടുത്ത വീഡിയോ ആണ്. ഞങ്ങൾ പുറത്തേക്ക് പോയി ഫംഗ്ഷന് വേണ്ട ചെറിയ രീതിയിലുള്ള ഡെക്കർ ഐറ്റംസൊക്കെ പോയി കളക്ട് ചെയ്തു. ഇത് വടകരയുള്ള ഹാമ്പർലൈൻ എന്ന് പറഞ്ഞ ഷോപ്പാണ് കേട്ടോ. ഇവിടെ നല്ല വെറൈറ്റി ഓഫ് ഡെക്കർ ഐറ്റംസ് ഉണ്ട്. കുറച്ച് ദിവസം മുമ്പേ പ്ലാൻ ചെയ്ത പ്രോഗ്രാം ആയിരുന്നെങ്കിൽ നമുക്ക് ഒന്നുകൂടെ കളറാക്കായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ബ്രൈഡിലാണ്. എൻ്റെ കൊളാബ് ഷൂട്ടിനൊക്കെ ഇവരാണ് ഓർണമെൻറ്റ്സ് തരാറ്. അപ്പം ഞാൻ പോയി എൻ്റെ ലോങ് ചെയിനും ജുംകാസും നെറ്റിച്ചുട്ടിയും ഹിപ്പ് ചെയിനൊക്കെ പോയിട്ട് സെലക്ട് ചെയ്ത് വെച്ചു. എൻ്റെ വളകാപ്പ് ഫംഗ്ഷൻ്റെ കംപ്ലീറ്റ് ഓർണമെൻറ്റ്സും ഇവർ കൊളാബായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വീഡിയോയിൽ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. കുറച്ച് പേര് കൂടെ ഉണ്ട്. ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അങ്ങനെ അവിടുന്ന് ഓർണമെൻറ്റ്സ് ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ നേരെ നെക്സ്റ്റ് പോയത് കുപ്പിവളകൾ വാങ്ങിക്കാനാണ്. അവിടുന്ന് കുറച്ച് ബാംഗിൾസൊക്കെ വാങ്ങിച്ചു. ഞാൻ അത്യാവശ്യത്തിലധികം ടയേർഡായിരുന്നു. ഇതൊക്കെ 2 ദിവസം മുമ്പ് നടന്ന കാര്യങ്ങളാണ്. സോ എഗെയിൻ നമ്മളെ വളകാപ്പ് ചടങ്ങിൻ്റെ അന്നത്തെ ഡേ ആയിരുന്നു ഇത്. സോ ഇൻ ദാറ്റ് പീരീഡ് ഞാൻ മുകളിൽ നിന്ന് റെഡിയായി മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ റെഡിയായി ഫ്രൂട്ട്സും പലഹാരങ്ങളൊക്കെ ആയി വിളക്കൊക്കെ കൊളുത്തിയിട്ടാണ് ഈ ഒരു ചടങ്ങ് നടക്കാറ്. ശരിക്കും സാരി ഉടുത്തപ്പോഴാണ് ഞാൻ എത്രത്തോളം വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടെന്ന് ശരിക്കും മനസ്സിലായത്.
വളരെ സിമ്പിളായിട്ടായിരുന്നു ചടങ്ങുകളൊക്കെ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഒരു ഫൺ ഗെയിമായിട്ട് ജെൻഡർ പ്രെഡിക്ഷൻ വോട്ടിംഗ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇഫ് ഇറ്റ്സ് ബ്ലൂ ബേബി ബോയ് ആൻഡ് പിങ്ക് ആണെങ്കിൽ ഗേൾ ആയിരിക്കും. അത് കഴിഞ്ഞ് ഫുഡിൻ്റെ ടൈമൊക്കെ ആയി. ബിരിയാണി, മീൽസ്, കസ്റ്റേർഡ് അങ്ങനെയൊക്കെ കുറച്ച് വെറൈറ്റി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇത് പെട്ടെന്ന് നടന്ന വളരെ ചെറിയൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട്സൊക്കെ തിരിച്ചു പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ വളകാപ്പ് ഫംഗ്ഷൻ്റെ വിശേഷങ്ങൾ.